ഇത് നമുക്ക് കിട്ടിയ ഒരു അമയുണ്ട്. ആ അമ നിവർത്താനുള്ള പരിപാടി കേട്ടോ. ഇത് നമ്മൾ തോട്ടിക്ക് വേണ്ടി നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന ഒരു അമ വെട്ടിക്കൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ഈ അമയുടെ കുറച്ച് നല്ല പൊക്കമുള്ളതുകൊണ്ട് ഇതിന് വളവുണ്ട്. അപ്പോൾ ആ വളവ് നിവർത്താനുള്ള പരിപാടിയായിട്ട് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കുറ്റി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കരികര കൂട്ടിയിട്ടിട്ട് കത്തിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അത്രയും പാട് കഴിക്കാനും നമുക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കാണിക്കും, 2 ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ നിവർത്താനുള്ള ഒരു പരിപാടി കേട്ടോ. പിന്നെ നല്ല വെയിലും ഉണ്ട് ഇപ്പം. അപ്പം അത് പെട്ടെന്ന് നിവർന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ടികളുടെ വളരെ ആവശ്യമുണ്ടായിരുന്നു. പഴയ പ്ലാവ്, മാവ്, തെങ്ങൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യാകാശം മുട്ടയുള്ള സാധനങ്ങളായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ അറിയാലോ, നമ്മുടെ പ്ലാവിനും മാവിനും ഒക്കെ വളരെ പൊക്കം കുറഞ്ഞതും വളരെ താഴെ നിന്ന് നമുക്ക് പറിക്കാവുന്ന രീതിയിലുള്ള പ്ലാവുകളും മാവുകളും ഒക്കെയാണ് നിലവിലുള്ളത്. അപ്പം ഇതിപ്പോൾ നമ്മൾ 2-3 സിമെൻറ്റ് കട്ട എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നിവരുമെന്നുള്ളൊരു പരിശ്രമം കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് തീ കത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറയുക. തീ കത്തിക്കുകയാണെങ്കിൽ നന്നായിട്ട് നിവരും. കാരണം അതിൻ്റെ മുകളിലേക്ക് ആ ചൂടും കൂടെ വന്ന് കഴിയുമ്പോഴേക്കും ഒരു പുഴുങ്ങുന്ന അവസ്ഥ വന്ന് കഴിയുമ്പോഴേക്കും പെട്ടെന്നത് നിവർന്ന് കിട്ടും. പണ്ടിത് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഈ കല്ല് വെച്ച സാധനത്ത് നമ്മൾ കവരയുള്ള കമ്പില്ലേ, ആ കമ്പ് അടിച്ച് താഴത്തേക്ക് ഇറക്കിയിട്ട് അത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 3 മാസമൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഒരു എന്ത് വളഞ്ഞ തോട്ടിയാണേലും അത് നമുക്ക് നിവർന്ന് കിട്ടുമെന്ന്. ഇപ്പം അതിന് മെനക്കെടാനൊന്നും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യും കേട്ടോ.